ഹായ്, ഞാൻ ഇർഷാദ്. ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു. 2010 ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത്. അവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത്. അവർ പിരിയുന്നവരെ ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ബാല ചേച്ചിനെ ഉപദ്രവിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിരിഞ്ഞ ശേഷം ഞാൻ നേരെ ചേച്ചിയോടൊപ്പം പോവുകയും ചെയ്തു. കാരണം പോകാൻ കാരണങ്ങളുണ്ട്. കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും, പിന്നെ എനിക്ക് എനിക്കന്ന് 18 വയസ്സ്, എന്നെവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്നെ ചവിട്ടിന്ന് മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട്. ഞാൻ ചെറുതാണ്, എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയാ, ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ എന്നെ ഒരു മകനെ പോലെ ആയിരുന്നു, ചേച്ചിക്ക് എന്നെ ഒരു ആങ്ങളെ പോലെ ആയിരുന്നു. അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത്. അപ്പൊ എനിക്ക് അവരൊപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും അങ്ങനെ അത് പോയി. പിന്നെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിന്റെയും വീഡിയോ കണ്ടിരുന്നു. പാപ്പുവിന്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഞാൻ വായിച്ചു, പാപ്പുവിനെ കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണെന്ന്. ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല. കാരണം പാപ്പുവിനെ മീഡിയയുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു. 14 വർഷമായിട്ട് എന്നോട് ഇതുവരെയും അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ മരിച്ചുപോയി, അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവര്, ഇർഷാദേ എല്ലാ സത്യങ്ങളും നിനക്കറിയാല, നീ കണ്ണുകൊണ്ട് കണ്ടതുമല്ലേ, നിനക്കൊരു വീഡിയോ ആക്കി ഇട്ടൂടെ, അല്ലെ നിനക്ക് ഇത് പറഞ്ഞൂടെ. ഇതുവരെയും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ചെയ്യാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഈ വീഡിയോ കാരണം ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇത്ര നാൾ നീ എവിടെയായിരുന്നു. ഇത്ര നാൾ ഞാൻ മിണ്ടാണ്ടിരുന്നതാ. ഇപ്പൊ എനിക്ക് പാപ്പുവിന്റെയും ചേച്ചിയും ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് അത്ര വിഷമമായുണ്ട്. ഈ വീഡിയോ ഇടുന്ന പോലും അവർക്കറിയില്ല. അവര് ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. അതൊന്നും നുണയല്ല അവര് പറഞ്ഞു, സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല, ഇതിൽ കൂടെ ഒരുപാട് പറയാനുണ്ട്. ഇനിയും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയണ്. കാരണം അവര് പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ്. അവര് ചെറിയൊരു കുടുംബമാണ്, 3 പെണ്ണുങ്ങളും ഒരു കൊച്ചു അടങ്ങിയ ഒരു കുടുംബം. അവരവരേതായ പാടിന് പോയിക്കോട്ടെ, അവരവരേതായ ജീവിതം ജീവിച്ചു പോയിക്കോട്ടെ. പിന്നെ ബാലയുടെ കൂടെ നടക്കുന്ന കുറച്ച് മീഡിയക്കാര് അവര് വരെ വലിച്ചു കീറിയിട്ടുണ്ട്. ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഞാൻ നിർത്തില്ല. എനിക്കും പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും. ഞാൻ തുറന്ന് പറയുകയും ചെയ്യും. കാരണം അവര് അവരെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ. അവർ പരമാവധി സഹിച്ച്. ഇതുവരെയും ചേച്ചി പ്രതികരിച്ചിട്ടുണ്ടായില്ല ഒരു വീഡിയോയില്. എല്ലാരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും ചേച്ചി എന്താ സൈലന്റ് ആയി പോയത്? വേണ്ട, ഞാൻ അത് ചേച്ചി പ്രതികരിച്ച് ആ കൊച്ചിനെ അതിൻ്റെ ഒത്ത് ഇൻക്ലൂഡാക്കി. അതിന്റെ പേരിലൊക്കെ ചേച്ചിയും ഒന്നും ഇത്ര നാളൊന്നും പ്രതികരിക്കാതിരുന്നത്. അപ്പൊ നിങ്ങളോടെല്ലാവരോടുള്ള ഒരു അപേക്ഷയാണ്, ഈ വീഡിയോ കാണുന്നവരുടെ അപേക്ഷ. സത്യസന്ധമായ കാര്യങ്ങളാണ് അമൃത ചേച്ചിയും പാപ്പും എന്ന് പറഞ്ഞത്. ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മീഡിയക്കാരോട്, നിങ്ങളും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനിയെങ്കിലും നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മളെല്ലാവരും ചെറുപ്പം തുടങ്ങി കേൾക്കുന്നല്ലേ. കൊച്ചു മനസ്സിൽ കളങ്കമില്ല. അപ്പോ ഇനിയും ബാലെ അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇതല്ല, ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതുമായി വരും. എനിക്ക് ഇത്ര ഇപ്പൊ പറയാനുള്ളൂ. കാരണം ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാനുള്ളൂ. ഞാൻ ഇനിയും ഇതുപോലെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരും. ഇത് ബാല ഞാൻ ഭീഷണിപ്പെടുത്തുന്നതല്ല, ഭീഷണിപ്പെടുത്തായിട്ട് തോന്നണ്ട. കാരണം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ബാല എന്നെ ഭീഷണിപ്പെടുത്തിയൊരു വീഡിയോ ബാല ഇട്ടിരുന്നു. ഒരു ചിന്ന പയ്യൻ അവൻ വന്ന് എന്നെ എന്തൊക്കെ പറഞ്ഞ്, ഓർമ്മയുണ്ടോ? ബാലക്ക് ഓർമ്മയുണ്ടാവും. എന്നെ അന്ന് പേടിപ്പിച്ച് എന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ കാലത്ത് അതും എനിക്ക് പറയാനിപ്പോ താല്പര്യമില്ല. പക്ഷെ അത് ഇനി അങ്ങോട്ട് ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും. ശരിയെന്നാ.